അദ്ദേഹത്തിന്റെ വക എനിക്കൊരു കൂട്ടം ഡ്രസ്സൊക്കെ മേടിച്ചു തന്നു. പിന്നെ 200 രൂപയ്ക്ക് ഇതിന്റെ മുന്നൊരു ദിവസം നമ്മൾ കല്യാണത്തിന് എടുക്കണ കരുതില്ല, അന്ന് എടുക്കാത്ത നന്നായില്ലേ. മഴക്കാലായി. വാവ്. ഹായ് ചങ്ങന്മാർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം 9:36. വണ്ടി കുഴപ്പമൊന്നുമില്ല. മേറ്റല്ല ഫ്ലാറ്റൊക്കെ നല്ല തുടച്ച് വെച്ചതാണ്. മേറ്റൊക്കെ അവിടെ ഇറക്കണം, ചോരൊക്കെ വെച്ചേക്കുവാണ്. എല്ലാം ഓക്കെ. നമ്മളിവിടെ ഷീറ്റ് കിട്ടിയോണ്ടുള്ളൊരു ഗുണമല്ലേ. ഇപ്പോൾ ഇതിലൊക്കെ ഇറങ്ങി നടക്കാം. മറ്റിതിലൊക്കെ ചെളിയായിരുന്നു. തീ വരുന്ന വെള്ളം ഇവിടെ ചാടുന്ന വെള്ളമാണ്. ശരിക്കും ആ കമൻറ്റിലുണ്ടായിരുന്നു 15 അടി എന്നുള്ളത് 18 അടി ആക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്തിയായിരുന്നു. 3 അടി കൊണ്ട് എത്തുന്നുണ്ടോ? 18 എത്തിയായിരുന്നു അല്ലേ. ആ ഒരു ഗ്യാപ്പ് കൂടി ഫില്ലായിട്ട് നല്ല വൃത്തിയായിരുന്നു. ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഷീറ്റ് ഇടണം, നല്ല രസമായി. ഇവിടെയൊക്കെ ഇപ്പോൾ ഒരു നീല കളറാണ്, പിന്നെ കാണുമ്പോഴൊക്കെ ഒരു നീല കളറല്ലേ. അതുപോലെ തന്നെ വണ്ടി കുറേ പേരാണ് എനിക്ക് വിളിച്ചാണ്ട് മെസ്സേജ് അയച്ചാണ്ട് ചോദിക്കുന്നത് വണ്ടി കൊടുക്കുന്നുണ്ടോ വെച്ചാണ്. പക്ഷെ ഇത് ഞാൻ കൊടുത്തതാണ്. ഇത് നമ്മുടെ വണ്ടി, എൻ്റെ വണ്ടിയല്ല. ഇപ്പോൾ നമ്മുടെ മുറ്റത്ത് കിടക്കുന്നുണ്ടെന്നുള്ളൂ, നമ്മുടെ വണ്ടിയല്ല. നമ്മളിതിൻ്റെ പണിയൊക്കെ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്തതാണ്. അത് അദ്ദേഹം അതിൻ്റെ ചിലവൊക്കെ അദ്ദേഹം തന്നെയാണ് ഏറ്റവും ഈ വണ്ടി എടുത്ത ആൾ. വണ്ടി നമ്മൾ കൊടുത്തതാണ്. വണ്ടി വേറെ ആളതാണ്, വിറ്റതാണ്. നമുക്കിനി വേറെ നിങ്ങളിങ്ങനെ ചോദിക്കാറുമ്പോഴേക്കും നൈസായിട്ട് ചെറിയ വണ്ടി കച്ചവടം തുടങ്ങിയാലോ. ഞാൻ ഇനി പ്രൈവറ്റ് ഓട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം, നല്ല വണ്ടിയാണെങ്കിലേ. നല്ലതേ ഞാൻ നിങ്ങളോട് അറിയിക്കുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ കൊടുക്കാൻ കാരണം നല്ലതായിരുന്നു, അല്ലാതെ ആരും നമ്മൾ കൊടുത്തില്ല. മനസ്സിലല്ലേ. ചെറിയ എഡിറ്റിംഗ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ ഇവിടെ ചിക്കനാക്കാൻ തുറന്ന് വെച്ചിരിക്കണ്. ചിക്കനിലേക്ക് ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തി നേരത്തെ 2 ടൈപ്പിൽ നടക്കും. കുറച്ച് ചിക്കൻ്റെ ഗ്രേവി, ഓൾഡ് ചിക്കൻ കേട്ടോ. ഓൾഡ് ചിക്കൻ നമ്മുടെ നവീനേട്ടനാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അളവ് കാര്യം, ഇതിൻ്റെ പ്രോട്ടീനും ഇതിൻ്റെ എല്ലാം പറഞ്ഞത് 350 ഗ്രാം ഒരാൾ കഴിക്കണം അദ്ദേഹം പറയാം. ബൂംബാങ് കേട്ടല്ലേ, ബൂംബാങ്ങിൻ്റെ. അപ്പോൾ ഞാൻ ചായ കുടുക്കനോട് കൊണ്ടുവന്ന് വെച്ചേക്കണം. എത്ര വേണ്ടച്ച കുടിച്ചോളി എന്നുള്ള മൈൻഡിൽ. ഓക്കെ. അവിടെ വേറെ ആരെയൊക്കെ ഉണ്ട് ഇവിടെ കളിക്കണേ അല്ലേ. തൊട്ടിലേ കെട്ടി കളിക്കുക. എത്ര കുട്ടികളാ? 2 ഇവിടെ ഉണ്ട്. വേറുണ്ട് അത്തമ്മല്ലേ. ഇത് അജു അല്ലേ, അജു ആണ്. പിന്നെ ഇതവളെ ഫസ്റ്റ് ബർത്ത്ഡേ കിട്ടിയതാണ്. കുട്ടീനെ ഇവളെ കാണാൻ വേണ്ടി വന്ന സമയത്ത്, ചെറുതായിരുന്ന നേരത്ത് കാണാൻ വേണ്ടി. ഇതിനാണെങ്കിൽ തുന്നിക്കൂട്ടി ഓപ്പറേഷൻ കുറേ കഴിഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ. ഇത് എവിടെ അപ്പോൾ ഇനി ഇവിടെ ഒരു ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ക്ലിയർ ആക്കാണ്ട്. ഒരു കണ്ണില്ല, ഒരു കണ്ണും മൂക്കൊക്കെ നഷ്ടപ്പെട്ടു. ആൾ പൊറ്റക്കണ്ണാണ്. അതിനെയാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം. തൊട്ടിയിലുണ്ട് വേറൊരു കുട്ടി, തൊട്ടിക്കുട്ടി. ഇതെന്തത് കൈതക്കുട്ടിയോ? ഇതോ? ബാഗ് കിട്ടിയൊന്നൊരു ഡോറയില്ലെന്ന്. വേഗിട്ട് എന്താ അറിയില്ല. എന്തായാലും അങ്ങനെ ഇതോ ആരൊക്കെ കൊടുത്തു തന്നെയാകുമ്പോ അത് അച്ഛമ്മ. അതെനിക്കറിയാം. അതൊരു മങ്കീസനാണ് അല്ലേ. ജോക്കറാണ്. ജോക്കർ ഉണ്ടോ? ജോക്കറാണ്. ആയിക്കോട്ടെ, ഞാൻ ചായ അടിച്ചോട്ടെ. ഇവിടെപ്പം കളിച്ചാലേ. ഓക്കെ. ഇന്നലെ ചെറിയ പനി ഉണ്ടായിരുന്നു. പനി ഇപ്പോൾ പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. കൂട്ടി കുടിച്ചിട്ട് ഇറങ്ങാം. എന്തായാലും 10 മണിയാവും. കണ്ണ വിളിക്കുന്നുണ്ട്. അങ്ങോട്ട് പൈസ ആരുടെയും ചാടിപ്പോയെന്ന് ചോദിക്കാം. കണ്ണാ ജേടേ. എടാ നമ്മളെ ഫ്ലെക്സ് അടിച്ചില്ല അർജന്റീനന്റെ പാപ്പന്റെ. അല്ല, അവിടെ പൈസ ആരുടെയും മിസ്സായിക്കണോ? എത്രയാണെന്ന് ചേച്ചിനോട് പറഞ്ഞിട്ടില്ല. ചേച്ചി പാപ്പൻ്റെ വൈഫ് വിളിച്ചാണ്ട പറയാ പൈസ ആരുടെയും പോയണോന്ന് ചോദിച്ചൊക്കെ പറഞ്ഞു.
സംഖ്യ പറഞ്ഞു തരില്ല ഒരു വിളിച്ചു ചോദിക്കണെങ്കി 100-100 ആവില്ല അതുകൊണ്ടേക്ക് ഒറ്റ നോട്ടേക്കാര് 500 നോട്ടൊക്കെ അറിഞ്ഞപ്പോ ആയിക്കോട്ടെ എന്തായാലും നോക്ക ആരെങ്കിലും പറയുകയാണെങ്കിലേ അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ അർജന്റീനൻ്റെ കട്ടൗട്ടർ അടിക്കണ കണ്ടില്ലേ ഒരു വീടിൻ്റെ ഫ്രണ്ടിലിട്ടാണ്ട്. അപ്പോൾ അവിടുത്തെ ചേച്ചിയാണ് എനിക്ക് വിളിച്ചിരുന്നത്, നമ്മുടെ സുരേട്ടൻ്റെ വൈഫും. അതേ അവർ വിളിച്ചിട്ട് ഇങ്ങനെ പൈസ കിട്ടിയിട്ടുണ്ട്, എത്രയെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടേത് ആരുടെയും ആണോന്ന് ചോദിച്ചാണ്ട് അവിടെ അന്നത്തെ ദിവസം കുറേ ചെക്കന്മാരുണ്ടായിരുന്നു, നിങ്ങൾ വീഡിയോ കണ്ടില്ലേ. അപ്പോൾ അതിനേക്കാൾ ചെക്കന്മാർ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ആരുതാണെന്ന് അറിയില്ല, ചിലപ്പോൾ ഒരു 500 രൂപ നോട്ടായിരിക്കാം. അല്ലാതാണെങ്കിൽ 10-200-300 ആണെങ്കിൽ പോലും അവരവരുടെ മുറ്റത്തുനിന്ന് അവരുടേതല്ലാത്ത പൈസ കിടക്കുന്നതുകൊണ്ട് ഒരുപാട് ചെക്കന്മാർ വന്നതാണ്. അപ്പോൾ എന്നെ ഒന്ന് വിളിച്ചറിയിച്ചു. ഞാൻ തന്നെ പറ്റുന്ന മാതിരി ഗ്രൂപ്പിലിട്ടിട്ടില്ല, അല്ലാതെ എല്ലാവർക്കും പേഴ്സണലി വിളിച്ചാണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ കണ്ണൻ മാത്രം അപ്പോൾ കോൾ എടുത്തില്ല, ഫോണോട് അങ്ങനെ പറഞ്ഞു. ഓട് ചിക്കൻ ചെതറിയോ. അങ്ങാടിയിൽ ബ്ലോക്ക് ഉണ്ടോ? ബ്ലോക്ക് ഉണ്ടാവാൻ മാത്രം കാരണമൊന്നുമില്ല കേട്ടോ. ബ്ലോക്ക് ഉണ്ടാവാൻ കാരണം ഒന്നുമില്ല, ബ്ലോക്ക് ഉണ്ടാവുകയില്ല. നമ്മൾ നൈസായിട്ട് ഇറങ്ങും, വെല്ല അങ്ങനെ ഇറങ്ങണം. ആരും നമുക്ക് ചവിട്ടി കയറില്ല. ഇപ്പൊ ചവിട്ടി കയറുന്ന പോലും ഉണ്ടാവും. ബസ്, കാറ്, ഓക്കെ ചവിട്ടിച്ചാണ് നമ്മൾ ചെയ്യല് അധികം. ചവിട്ടി തരല് കുറവായിരിക്കും, നമ്മള് ചവിട്ടിച്ചാണ് ചെയ്യല്. അങ്ങനെ സ്റ്റാൻഡിക്ക് എത്തിക്കട്ടാ, സ്റ്റാൻഡിക്ക് എത്തിക്കണേ. ഇനി ഇന്നത്തെ കളി കളിച്ചു നോക്കാം. 1000 രൂപ നമ്മള് എന്താ പറയാ, നമ്മളെ അൺകോൺഷ്യസ് മൈൻഡിൽ കയറ്റി വെക്കട്ടെ. അൺകോൺഷ്യസ് മൈൻഡ് 1000 രൂപ കിട്ടും. ആ പോണ ചെക്കണ്ടല്ലോ നമ്മളെ സൈജു. അപ്പൊ സൈജുവിനെ ഒന്ന് കൊണ്ടുവന്നാക്കിയത് നാട്ടിക്ക്. കഴിഞ്ഞിട്ടും ഓന്റെ വകയാണ്, പക്ഷെ എങ്കിൽ ഓൻ GP ആയിരുന്നു. GP ആയിക്കഴിഞ്ഞാൽ നമ്മളെ കയ്യിലേക്ക് കിട്ടൂല. മെസ്സിയും അതേപോലെ ക്രിസ്ത്യാനോ അവിടെ നിൽക്കണ നിങ്ങള് കണ്ടില്ലല്ലോ. ഓല് ഇന്നലെ പണിയെടുക്കണ്ടല്ല നമ്മള് കണ്ട്. അപ്പൊ കാണിച്ചു തരാം കുട്ടങ്ങളൊക്കെയാണ്. ഓക്കെ, മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയുമാണ് അവിടെ ആവേശഭരിതമായി നിൽക്കുന്നത്. 2.25 അടിയാട്ടാ, 25 ഫീറ്റ് ആണ് രണ്ടും. ഓക്കെ, അത് നമുക്ക് നോക്കിക്കണ 2 പൈക്കളെ നമുക്ക് പാടത്ത് കാണാം. വെള്ളം കൂടുന്നില്ല, ശരിക്കും അങ്ങോട്ട് കൂടുന്നില്ല. വെള്ളം ശരിക്കും അങ്ങോട്ട് കൂടിയാലേ എന്തുള്ളൂ മീൻ പിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ മീൻ പിടിക്കാനിട്ട് ഈ മാസം ഒരു കയ്യൊക്കെ എഴുതിക്കണം ഞാൻ. അപ്പോഴേ ശരിക്കും വരെ പിടിക്കാൻ വേണ്ടി പാടുള്ളൂ. പക്ഷെ എങ്കിൽ ഇതിലുള്ള സംഭവം എന്താ വെച്ചാല്, ഒരു തരം മീനുണ്ട് കടുങ്ങാലി എന്ന് പറയണേ. ആ പെരലിനെ പോലെ വലുത്, ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് പറയണം കടുങ്ങാലി എന്ന് പറയാം. അപ്പൊ ഈ കടുങ്ങാലിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇറ്റിയ വെള്ളം കൂടുതൽ വെള്ളം വരുമ്പോ കയറും, വെള്ളം കുറയുന്നതനുസരിച്ച് ഇവര് ഇറങ്ങി പോവുകയും ചെയ്യും. അപ്പോ അവരെ പിന്നെ അവരെ കിട്ടണമെങ്കിൽ നമ്മൾ ഈ വെള്ളം കൂടുന്ന നേരത്ത് വല വെക്കുകയും കുത്തുവല വെക്കുകയും ചൂണ്ടയിടുകയൊക്കെ ചെയ്താലേ കിട്ടുള്ളൂ. ഇല്ലാന്നാണ് കിട്ടൂല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ്. നമ്മുടെ നാട്ടിലെ ശുദ്ധജല മത്സ്യങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മീൻ കൂടിയാണ് ആ ഒരു മീൻ എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിട്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരേപോലെ കഴിക്കാം. കാരണം മുള്ളൊക്കെ ഒരു ഭാഗത്തേക്ക് മാറി കിട്ടും. അതായത് നമുക്ക് സാധാരണ ഇപ്പൊ നമ്മളുടെ എങ്ങനെ പറയാ, നമ്മുടെ അയിലൊക്കെ കഴിക്കൂലേ, അപ്പൊ അതിന്റെ മുള്ളൊന്നും നമ്മളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യില്ലല്ലോ എന്നതുപോലെയാണ് ഈ ഒരു മീനിന്റെ. പക്ഷെങ്കില് അയിലും ഈ മീനും തമ്മിൽ നല്ല മാറ്റമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആ ഒരു മുള്ളിന്റെ കാര്യത്തിന് മാത്രം ഉദാഹരണം പറഞ്ഞു. മഴയാണ്, തുള്ളി 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 പെയ്യുന്നുണ്ട്. പക്ഷെ ഓരോ വണ്ടി പോകുമ്പോഴും നമ്മള് സ്റ്റാർട്ടാക്കി ഇടണം. അപ്പൊ ഞാനൊന്ന് ഇറങ്ങി തള്ളിയതാ. തുള്ളി 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 ചാടണ്ടേ. ചാറ്റൽ മഴയാണ്, കാണൂലല്ലേ. ആഹാ. അപ്പൊ ഞാന് നമ്മുടെ ശൈലജ ടീച്ചർ എന്തോ നിപ്പയെ കുറിച്ച് പറയുന്നു, അതൊക്കെ ഒന്ന് കേൾക്കുമായിരുന്നു. കേക്കട്ടെ. ചെങ്ങന്മാരുടെ റെക്കോർഡ് എന്ന് പറയുമ്പോഴേക്ക് ഞാന് 3/4 മണിക്കൂർ 10:45 സ്റ്റാൻഡില് ഫസ്റ്റ് ക്ലാസ് വണ്ടി ആയിട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ എനിക്കൊരു ലോക്കല് ഇപ്പൊ കിട്ടി. ഇപ്പൊ സമയത്ത് അറിയാമെങ്കിൽ 11:30, ഒരു 30 രൂപേന്റെ ട്രിപ്പ് കിട്ടി. 3/4 മണിക്കൂർ നേരമാണ് ഞാന് ഫസ്റ്റ് ക്ലാസ് വണ്ടി ആയിട്ട് അവിടെ ഇരുന്നത്. എന്താ പിന്നെ
ഇന്ന് വെള്ളിയാഴ്ചയാണ്. സാധാരണ ഈ വെള്ളിയാഴ്ചകൾ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഏറെ പ്രിയപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ചയൊക്കെ. ആ വെള്ളിയാഴ്ചയൊക്കെ ഇങ്ങനെയായി എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. കുറെ നേരം ഞാൻ ഫസ്റ്റ് ഗ്യാപ്പിൽ വീണ്ടും ഇരിക്കണം. ഇപ്പൊ സമയം 1 മണിയാവാനായി, 12:55. അപ്പോഴാണ് ഞാൻ ഫേസ്ബുക്ക് തുറന്നപ്പോ സുജിത്തേട്ടൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ അതിങ്ങനെ കണ്ടിരിക്കുകയാണ്. ആള് ജപ്പാനിൽ ടോക്കിയോ നഗരത്തിലൂടെ നടക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഏതായാലും പോകാൻ വേണ്ടി പറ്റില്ല, പോയവരുടെ വീഡിയോ കാണാം അല്ലേ. അവിടെ അങ്ങനെ കൊട്ടയടിച്ചിരുന്നപ്പോഴാണ് നമുക്കൊരു 60 രൂപയുടെ ട്രിപ്പ് കിട്ടിയത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവള് വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ അകലെ മമ്പാട് എന്ന് പറയുന്ന സ്ഥലം, മമ്പാട്ടിക്ക് ഒന്ന് പോകണേ എന്ന് വരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിന് 5 മിനിറ്റ് ഉള്ള നമുക്ക് സമയം. ഇപ്പോൾ 1:10 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പോകേണ്ടത് 2 കിലോമീറ്റർ ദൂരമാണ്. സിമ്പിളായിട്ട് എത്തും, റോഡിൽ തിരക്കൊന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾക്ക് വൺ വേ ഒക്കെ വരുന്നുണ്ട്. വൺ വേ അല്ല, ഒരു ഹൈവേ സ്റ്റൈൽ ഡബിൾ ട്രാക്ക്. അത് നമുക്ക് സുഖമായിട്ട് പോകും. ഇവിടെ അർജന്റീനന്റെ പോർച്ചുഗലിന്റെ ഫ്ലക്സ് നേരുന്നെങ്കിൽ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉച്ച ടൈമിൽ വല്ലാതെ അങ്ങോട്ട് വണ്ടി ഉണ്ടാവില്ല. പള്ളി വിരിഞ്ഞാണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ സ്കൂളിന്റെ ഏരിയ കൂടെ പോകുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ റൈറ്റ് സൈഡ് പിടിക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടൊക്കെ തോന്നുന്നത്. കാരണം എന്താ അറിയോ, അതിലെ കുട്ടികൾ ഉണ്ടാവും ലെഫ്റ്റ് സൈഡില്. സ്കൂളാണ് അവിടെ, ഞാനൊക്കെ പഠിച്ച BMC ഹയർ സെക്കൻഡറി സ്കൂളാണ്. അങ്ങനെ നമ്മളിപ്പോൾ വന്നിട്ടുള്ള സ്ഥലമാണ് മമ്പാട്. കണ്ടില്ലേ മമ്പാട്. ഇവിടെ ഇല്ലാത്ത ആളുകളൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ടൊന്നേ ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി മമ്പാട്. മമ്പാട് ടൗണിലെത്തിക്കണം. നമ്മൾക്ക് ഏതാണ്ട് 250 രൂപ വരുന്ന ഒരു ട്രിപ്പായിരുന്നു. ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, റഹ്മത്ത് ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിലേക്കായിരുന്നു കേട്ടോ വന്നത്. അവരെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. ഇനി ഞാൻ റിട്ടേൺ പോവാണ്. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 1:40 ആയിട്ടുള്ളൂ. 1:40 കറക്റ്റ്. ഞാൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ ചെറുതായിട്ടൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇതാട്ടോ മമ്പാട് ടൗൺ എന്ന് പറയുന്നത്. മമ്പാട് ടൗണിന്റെ പ്രശ്നം എന്താ വെച്ചാല് റോഡിന്റെ വീതി കുറവാണ്. അതായത് 2 വണ്ടിയൊക്കെ ഒരുമിച്ച് ഇതേപോലെ വന്നു കഴിഞ്ഞാൽ വലിയ വണ്ടികൾ വന്നാലൊക്കെ ബ്ലോക്ക് ആവും. അതുപോലെ തന്നെ 2 സൈഡിലും വണ്ടികൾ നിർത്താനുള്ള സ്പേസ് ഇല്ല. അതൊക്കെ മമ്പാട് ടൗണിനെ ബ്ലോക്ക് ആക്കുന്ന ഒരു ഇനത്തിൽപ്പെടും. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് കയറുക. ഇവിടുന്ന് ലെഫ്റ്റ് ഇതാ ഈ ഓട്ടോ വരുന്നതില് നമ്മൾ കയറും. ഓക്കെ, നമ്മൾ കയറിയിട്ടുണ്ട്. ഇനി ഞാൻ 11.5 കിലോമീറ്റർ ദൂരത്തേക്കാണ് ഞാൻ വന്നത്. അതായത് 11:30 എന്ന് പറയുമ്പോഴേക്ക് വണ്ടൂർ അവരുടെ വീട്ടിൽ പോയി എടുക്കുമ്പോഴേക്കാണ് 11:30 വരുന്നത്. എനിക്ക് ഇവിടുന്ന് ഇനി വണ്ടൂരിലേക്ക് പോകുമ്പോൾ എനിക്ക് 10-10.5 കിലോമീറ്റർ വരുന്നുണ്ടാവുള്ളൂ. പെപ്പാബിക്ക് കാണുമ്പോലോ ആര്യ കാണുന്നത് കറി മത്തൻ്റെ അല്ല, എന്താ കുമ്പളൻ്റെ അല്ല ആൻഡ് അണ്ടാ ബുർജിയാണ് അതിനെ പറയാം. അപ്പം ഞാനൊരു ദാബയിൽ പറഞ്ഞു അണ്ടാ ബുർജി കേരളത്തിലില്ല, മാണ്ട ഞങ്ങൾക്ക് അല്ല. അയാൾ ഇതിനെ കളിയാക്കി. അണ്ടാ ബുർജി കേരളത്തിൽ നിന്നല്ല, ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട് പറഞ്ഞു. അപ്പം ഇങ്ങനെ കാട്ടുന്നതിനാണ് അണ്ടാ ബുർജി പറയിച്ചറിയണ്ടേ. അന്ന് ഞാൻ പഠിച്ചു അണ്ടാ ബുർജി ഇതാണെന്നുള്ളത്. ആര്യമോൾക്ക് ഇന്ന് സ്കൂളുണ്ട്, പക്ഷേങ്കിൽ പോയിട്ടില്ല. പനി. ഒന്ന് പനി, പിന്നെ ടീച്ചറില്ല. അപ്പൊ അതുകൊണ്ട് ഇതാ അങ്ങനാക്കി. ഉച്ചയ്ക്ക് ശേഷം 2 ലോക്കൽ എടുത്തു. അതിൽ ഒന്ന് കിട്ടിയത് വീടിന്റെ അടുത്തേക്ക് തന്നെ നമ്മുടെ സുഹൃത്താണ്. അപ്പൊ പണി കയറി വന്നപ്പോ ഫോനൊന്ന് കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിപ്പോ ഇങ്ങനെ അങ്ങാടി നിന്നപ്പോ നമ്മളുടെ വീഡിയോ കാണുന്ന ഒരു ചേട്ടൻ വിളിച്ചായിരുന്നു, നിലമ്പൂരിൽ നിന്നുള്ള രാജേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ മൊബൈലിൽ കണ്ടത്, എന്നോട് പേര് പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്കിപ്പോ കോള് വരുമ്പോ തന്നെ ഇവിടെ കാണിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ കണ്ടിട്ട് പറഞ്ഞതാണ് രാജേഷ് എന്ന്. അപ്പൊ അദ്ദേഹം വരുന്നുണ്ട്, അതേ അങ്ങാടിയിൽ ഉണ്ടെന്ന് വരാന്ന് പറഞ്ഞു. നമ്മളെ കാണാൻ വന്നിട്ടുള്ള വണ്ടിയാണ് ഇവിടെ തിരിഞ്ഞുകൊണ്ടിരിക്കണ കേട്ടാ, ഈ തിരിയുന്ന വണ്ടി. മൂപ്പർക്ക് വീഡിയോക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അറിയില്ല, ഏതായാലും പോയോട്ടെ. ചെങ്ങന്മാരെ, രാജേഷ് ചേട്ടന് ഞാനും പാടെ നമ്മുടെ ഈ വണ്ടിയിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ട്രിപ്പ് വന്നത് 7 കിലോമീറ്ററിന്റെ ഉള്ളിലേക്ക്. അത് 6.5 കിലോമീറ്റർ 140 രൂപയുടെ ട്രിപ്പാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞപ്പോ ഒപ്പമെന്ന് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ പോവാൻ അല്ല, ഈ ആളുകൾ വരുമ്പോ നമുക്കറിയില്ല അത് എവിടേക്കുള്ള ട്രിപ്പാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അത് ഒഴിവാക്കണം എന്ന് കരുതിയതാണ്. കാരണം നമ്മളെ ഇനിയിപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞ ഞാൻ ഇനി പോയി ഞാൻ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴേ അല്ലേ നമുക്കൊരു ഇടങ്ങേറാണ്. എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ പോയോക്കട്ടെ. ആളവിടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടിയും കാണാം അല്ലേ, നമുക്ക് സംസാരിക്കാം. ചെങ്ങന്മാരെ ഒരു ചായക്കടയിലാണ്. ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇറങ്ങുവാണ്. നേരെ ഫ്രണ്ടിലായിട്ടുണ്ടോ ട്രെൻഡ്സ്. ഞാനും രാജേഷ് ചേട്ടനും പാടെ ട്രെൻഡ്സിലൊക്കെ ഒന്ന് കയറി. എന്താ പറയാ, അദ്ദേഹത്തിന്റെ വക എനിക്കൊരു കൂട്ടം ഡ്രസ്സൊക്കെ മേടിച്ചു തന്നു.
ആര്യമോൾക്ക് ഒരു കൂട്ടം ഡ്രസ് ഉണ്ട്. ആളിപ്പോ പോയുള്ളൂ. ആൾക്ക് വീഡിയോക്ക് മടിയില്ല ആളൊന്നും അല്ല കേട്ടോ. ഞാനതിങ്ങനെ വിശദീകരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ നിന്ന് ഒരു ഫാമിലി കയറിയിട്ട് ഒരു ലോക്കലാണ്, 40 രൂപയുടെ ട്രിപ്പ്. ഏതായാലും അദ്ദേഹം ഓരോ കൂട്ടം ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം നൈറ്റിലെ. ആള് ജിദ്ദയിലാണ് വർക്ക് ചെയ്യണത്. ജിദ്ദന്നെ അല്ലേ? ജിദ്ദന്നെ. ഏതാ അദ്ദേഹത്തിന് വീഡിയോ എടുക്കുന്നതില് എന്താ പറയാ ക്ലേശമുള്ള ആളൊന്നും അല്ല കേട്ടോ. പക്ഷേങ്കിൽ ഞാൻ പിന്നീട് അതിന്റെ കാര്യം മറന്നുപോയി. അതായിട്ടുണ്ടായത്. പിന്നെ ഒരട്ടം കൂടെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ നീ ക്യാമറ എടുത്തു വാന്ന് പറഞ്ഞാർന്നേ പറയുമായിരുന്നു. പിന്നെ സാധിച്ചില്ല, ഞാൻ എടുത്തു വന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മഴ പെയ്ത ബൈക്കിന്റെ ബാക്കിൽ കൂടെ പോയി കഴിഞ്ഞാൽ ആവുന്നൊരു പ്രശ്നമുണ്ട്. ഗ്ലാസ്സിലേക്കൊക്കെ ചെളി തെറിക്കും. അതിനുപോലെ മഡ്ഗാർഡൊക്കെ ഉണ്ടെങ്കിലും ഈ തെറിക്കും. 24 ഹോട്ടല് ഏതായാലും കുഴപ്പമില്ല. ഇവിടെ മുന്നിലുണ്ടോന്ന് ഓട്ടോ സ്റ്റാൻഡിന്റെ കട ഒരു ചേട്ടൻ പറഞ്ഞ 24 ഹോട്ടലിൽ പറഞ്ഞു. 24 ഹോട്ടലിൽ പറഞ്ഞാൽ നമുക്കറിയില്ല, എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഇത് ഞാൻ ചെറിയൊരു ഷോർട്ടുകളൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിൽ വീഡിയോ ഇടാറുണ്ട്. അത് ഫേസ്ബുക്കിലേക്ക് വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ്. ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിൽ കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. യൂട്യൂബിൽ കാണുന്നവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഒരു ലൈക്ക് അടിക്കുക, ഒരു കമന്റ് ചെയ്ത. അപ്പൊ ഇത് ഞാൻ എന്താ ഡിജയുടെ ഈ ഓസ്മോ ആക്ഷൻ പൈപ്രോയില് ഷൂട്ട് ചെയ്ത വീഡിയോ ആണല്ലോ. അപ്പൊ ഈ ഒരു വീഡിയോ ഇതിൽ എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ആണ്. ഇതിന് പ്രത്യേകം ഡിജയുടെ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള എന്താ പറയാ പ്രത്യേക കപ്പാസിറ്റി ഉള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ കുഴപ്പമില്ല. ഈ ലാപ് കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ്. നിങ്ങൾ ഇനിയിപ്പോ ലാപ്ടോപ്പ് തന്നെ വേണമെന്നില്ല. ഈ വീഡിയോ അത് ഡിജയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് മുഖേന എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഗ്ലാസ് നോക്കണ്ട, കഴുകാൻ വെള്ളം കിട്ടിയിട്ടില്ല. അത് കിട്ടൂല്ല ഇപ്പോഴൊന്നും. 7:01 ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഗേറ്റടവാ. 7:15 എനിക്ക് തോന്നണം. 10 മിനിറ്റ് അല്ല 15 മിനിറ്റ് ഉണ്ടല്ലേ. അപ്പൊ ഞാന് ഗേറ്റടവ് അപ്പുറത്ത് എത്താൻ പറ്റുമോ നോക്കട്ടെ. ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ എത്താം, പ്രശ്നമൊന്നുമില്ല. ഒരു 80 രൂപയുടെ ട്രിപ്പ് വാണിയമ്പലം സൈഡിലേക്ക് വന്നതാണേ. അങ്ങനെയെങ്കിൽ ഗേറ്റ് നമ്മൾ മിസ്സായി പോകും. കഴിച്ചില്ലായി. മറ്റേ ഞാനേ ഇവിടെ ഇപ്പൊ ഈ നേരത്തെ ക്രോസിംഗ് ആണോ നമുക്ക് ഡൗട്ട് ഉണ്ട്. ഈ നേരത്തെ ക്രോസിംഗ് ഇല്ലല്ലേ. എന്തായാലും ഇവിടെ വെറുതെ നിൽക്കണ്ടേ. അതിനൊക്കെയല്ലേ വേഗം അപ്പുറത്തേക്ക് ചാടി കടന്നാലേ സമാധാനം. ഇവിടുത്തെ മേൽപ്പാലം വരുന്നില്ലടേ. ഒന്ന് വന്ന് കണ്ടിക്കണെങ്കിൽ അതിന്റെ മേലെ കൂടെ ഒന്ന് പോകാനൊരു ആഗ്രഹം. ബ്ലോക്ക് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഈ ടൗണിനെ നല്ല രീതിയിൽ ബാധിക്കുന്നു. അതാണ് പ്രശ്നം. ഈ ടൗണ് പിന്നെ ഒന്നോടെ ഉറങ്ങും. അതാണ് വിഷയം ഉണ്ടാവുക. പക്ഷേങ്കിൽ വണ്ടൂർ ടൗണിന് നല്ല ഗുണം ചെയ്യും. ഇവലിവിടെ ആളുമ്മ ഫ്ലക്സ് വെച്ചിക്കണ്, കട്ടൗട്ടറും വെച്ചിക്കണ്. അതിന്റെ പുറമെ എല്ലാ ടീമും വെക്കണം. ആളെ തെരയണുണ്ടാവും. ഇവൻ തെരയാണ്, ഓൻ തെരയാണ്. അത് വെക്കാൻ വേണ്ടിട്ട് അതിനിപ്പോ 100 ചെലവാണ്. ബ്രസീലിന്റെ അവിടെ വേറെ വെച്ചിട്ടില്ല. ഞാൻ ബ്രസീൽ ഫാനാണ്. അവിടെ പിന്നെ 200 രൂപയ്ക്ക് സുബിന്റെ കിട്ടോ. സുബി അന്റെ കിട്ടല്ലേ? സുബിന്റെ കിട്ടോ. സുബിനെ കിട്ടോ. സുബിയാണ് മെയിന് അല്ലേ? എല്ലാരും അല്ലാജിനൊക്കെ വിളിച്ചോ? അല്ലാജ് സെബാന് എന്താ ഫാർസി എല്ലാരും വിളി. തിരക്കില്ല. അച്ഛൻ തിരക്കിലായിരുന്നു. ഉണ്ടോ? രാവിലേക്ക് ചായക്കടി ഉണ്ട്. ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ വെക്കണം. ചടി ഓക്കെ. ഒരു 100-800 റുപ്യക്കാണ് ഓടിയിട്ടുള്ളത്. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 10:05. ഞാൻ ഡ്രസ്സ് കാണിക്കണല്ലേ. 10:05 ആവാനുള്ള കാരണം എന്താ വെച്ചാൽ ആരിന്റെ മുട്ടായി ഇവിടെ ഇതാട്ടോ. ആർക്ക് മുട്ടായി ഇതാട്ടോ. ഇത്രയും നേരം വൈകുള്ള കാരണം ക്ലബിൽ ഞങ്ങളെല്ലാവരും പാടെ ഫ്ലക്സ് നിങ്ങൾ ചർച്ച കേട്ടില്ലേ, അത് വെക്കുന്നുണ്ട്. ആളുമ്പോൾ 100 രൂപയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ലിസ്റ്റ് കാര്യം ഫണ്ട് എൻ്റെ കയ്യിലല്ലെങ്കിലും അതിൻ്റെ ലിസ്റ്റ് കാര്യമൊക്കെ ഞാനാണ് അതിൻ്റെ ലിസ്റ്റ് കാര്യമൊക്കെ ചെയ്തത്. ഇനിയിപ്പോൾ എനിക്ക് ഉറക്കില്ലാത്ത പണിയുണ്ട്, അതൊരു വിഷയമുണ്ട്. ഇങ്ങോട്ടോക്ക നമുക്ക് കുപ്പായം കിട്ടി. എനിക്കൊരു ഷർട്ട്, ഒരു ടീഷർട്ട്, ഒരു പാൻറ്. ഇത് ആര്യക്ക്. അത് ഇട്ടോക, എൻ്റെ ഇട്ടോക. ആഹാ നോക്കട്ടെ. ഇങ്ങോട്ട് തിരിഞ്ഞാ ഉസാറായിക്കണം. അടിപൊളി. താങ്ക് യു. താങ്ക് യു പറഞ്ഞോളാ. താങ്ക് യു പറയാനാ പറഞ്ഞേ. ഞാൻ ഓൾഡ് തേങ്ങാറാ മതിയായി.
അപ്പം അങ്ങനെ ഞാൻ തന്നെ എനിക്ക് വെൽക്കം. അടുത്ത മാസം എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെ എനിക്ക് അതൊക്കെ വലിപ്പം മനസ്സിലാകാനുള്ളതാണ്. പൂക്കളൊക്കെ ഉണ്ട്. തെളുങ്ങണ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. വാവ്. അങ്ങനെ സ്കൂൾക്കൊക്കെ ഇടാവാണെങ്കിൽ ബുധനാഴ്ച ആയിട്ടിടാ കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ തന്നെ എനിക്ക് അടുത്ത മാസം ഒരു പ്രോഗ്രാം ഉണ്ട്. എനിക്ക് 2 പാൻറ്റും 1 ഷർട്ടും ഞാൻ 2 ഷർട്ടും ഞാൻ വാങ്ങിക്കണം കരുതിയതാണ്. അതിലിപ്പോൾ 1 പാൻറ്റായി 2 ഷർട്ടും. എന്താ പറയാ, ഇല്ലല്ല. എൻ്റെ പാൻറ്റ് ഇത്. പിന്നെ ടീഷർട്ട് അച്ഛമ്മനോട് പറയും. ഇതിൻ്റെ ടീഷർട്ട്, പിന്നെ ഇതിൻ്റെ ഷർട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു ചെക്ക് എടുക്കുന്നത്. എന്തായാലും ഇത് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ല രസമുണ്ടായിരുന്നതാണ്. ചുരുക്കം പറഞ്ഞാൽ ഞാനെടുക്കാൻ ഇനിയിപ്പോൾ എനിക്കൊന്നും എടുത്താൽ മതി. എനിക്കൊന്നും എടുത്താൽ മതി, ഒറ്റ പാൻറ്റ്. മറ്റെന്താ വെച്ചാൽ എൻ്റെ ഷർട്ടും പാൻറ്റൊക്കെ, പാൻറ്റ് പിന്നെ ഞാൻ ഡെയിലി ഉപയോഗിക്കും. ഷർട്ട് ഞാൻ എടുത്ത് അതിൻ്റെ മോഡൽ നഷ്ടപ്പെട്ടു. ഇതാകുമ്പോഴേക്ക് മോഡലൊക്കെ ഓക്കെ ആയി, എല്ലാം കൊണ്ട് ഓക്കെ ആയി. ഞാനത് പ്രതീക്ഷിച്ചതേ അല്ല. ഇതിൻ്റെ മുന്നേ ഒരു ദിവസം നമ്മൾ കല്യാണത്തിന് എടുക്കണ കരുതിയില്ല, അന്ന് എടുക്കാത്ത നന്നായില്ലേ. എടുത്തിക്കണമെങ്കിൽ ഏറിയെന്നു, എടുക്കാത്ത നന്നായി. ഇപ്പം എന്താ വെച്ചാൽ ഇതിന് വേണ്ടിയിട്ട് എന്നാൽ എടുക്കാഞ്ഞത്. നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ കാണിച്ച് വൈൻഡപ്പ് ചെയ്യാനൊക്കെ ഒരുപാട് പണിയുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, നാളെ. താങ്ക് യു.